ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലന്റ് ടീച്ചിങ് എക്സാംസിലേക്ക് സ്വാഗതം. HSA നാച്ചുറൽ സയൻസ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റും ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടാന്ന് വിചാരിക്കുകയാണ്. നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റും കൂടെ നോക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ആസ്യരന്ധ്ര അപ്പാരറ്റസിൽ പെടാത്ത ഭാഗം ഏതാണ്? ഓക്കെ, ആസ്യരന്ധ്ര അപ്പാരറ്റസ്, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ കേട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇതിൽ ഉൾപ്പെടാത്ത ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: സബ്സിഡറി കോശങ്ങൾ, കാവൽ കോശങ്ങൾ, ക്യൂട്ടിക്കിൾ, ആസ്യരന്ധ്ര വിടവ്. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഈ സ്റ്റൊമാറ്റൽ അപ്പാരറ്റസിൽ പെടാത്ത ഭാഗം എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു +1 ലെവൽ വരെയൊക്കെ വരുന്ന ഒരു ഫാക്ട് ആണ് ആക്ച്വലി ഇത്. ആൻസർ എന്താ? സബ്സിഡറി കോശങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്, കാവൽ കോശങ്ങൾ, ക്യൂട്ടിക്കിൾ, ആസ്യരന്ധ്ര വിടവ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാം കറക്റ്റ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ, ലീഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്യരന്ധ്രം, സ്റ്റൊമാറ്റ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിനോട് ചേർത്ത് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ് അല്ലെ. ആസ്യരന്ധ്ര വിടവ് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഒരു സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം എന്ന് പറഞ്ഞാൽ ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണെന്ന് അറിയാം. ഇലകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതും ദ്വിബീജപത്ര സസ്യത്തിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇലേന്റെ അടിഭാഗത്താണ് ഉണ്ടാവുക. ഏകബീജപത്ര സസ്യമാണെങ്കിൽ ഇലേന്റെ 2 ഭാഗങ്ങളിൽ ഏതാണ്ട് ഒരേപോലെ സ്റ്റൊമാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാമെന്നൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഈ സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഈ ഭാഗം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൽ ശരിക്കും സ്റ്റൊമാറ്റ ഏതാണ്? ആക്ച്വലി ഒരു ഓപ്പണിംഗ് ആണ് അല്ലെ. ഈ സുഷിരത്തിന് പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യരന്ധ്രം. അപ്പൊ ആസ്യരന്ധ്ര വിടവ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനെയാണ്. അതെന്തായാലും അതിൽ വരുമല്ലോ അല്ലെ. ഇനി ഈ ആസ്യരന്ധ്ര വിടവിന്റെ 2 ഭാഗത്തും അപ്പുറവും ഇപ്പുറവും കാണപ്പെടുന്ന ഈ കോശങ്ങളെ പറയുന്ന പേര്. ഓക്കെ, ആ 2 കോശങ്ങൾക്ക് പറയുന്ന പേര്. 1 സെക്കൻഡ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കാം, ഒന്നും കൂടെ വലുതാക്കി വരയ്ക്കാൻ. ഇതാ ഈ 2 ഇങ്ങനെയുള്ള 2 ഷേപ്പിലുള്ള 2 കോശം അല്ലെ. ഒരു കിഡ്നി ഷേപ്പിലുള്ള 2 സെൽസിന് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്യാപ്പാണ്, ഇതാണ് ശരിക്ക് ആസ്യരന്ധ്ര വിടവ് എന്ന് പറയുന്ന ഭാഗം. ഇതാണ് അല്ലെ. ഇനി നോക്കിയേ, ഈ 2 കോശങ്ങൾ ഇവർക്ക് പറയുന്ന പേരാണ്, ഇവരാണ് കാവൽ കോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അറിയാം എന്ന് വിചാരിക്കും, അല്ലാത്തവർ നോട്ട് ചെയ്യുക. കാവൽ കോശമാണ് ആ കാണുന്നത്, 2 കാവൽ കോശങ്ങൾ. ഓക്കെ, കാവൽ കോശം, ഗ്വാഡ് സെൽസ് ഇംഗ്ലീഷ് പറയുമ്പോൾ ഗ്വാഡ് സെൽസ്. അപ്പൊ ഇവരാണ് ശരിക്കും ഇവിടെയുള്ള സുഷിരം അത് തുറക്കാനും അടയാനും ഒക്കെ കാരണമായിട്ടുള്ള നിയന്ത്രിക്കുന്ന 2 കോശങ്ങളാണ് ഗ്വാഡ് സെൽസ് അല്ലെങ്കിൽ കാവൽ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ഇനി അതിനോട് ചേർന്ന് നിൽക്കുന്നത് ഇതൊക്കെ ശരിക്കും ഒരു ലീഫ് ഇലേന്റെ മുകളിൽ കാണുന്ന ഭാഗങ്ങളാണ് അല്ലെ. മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ കാവൽ കോശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കോശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേക ആകൃതിയോട് കൂടിയിട്ടുള്ള ചില കോശങ്ങളൊക്കെയാണ്. അവരെ നമ്മൾ പറയുന്ന പേര് സബ്സിഡറി കോശങ്ങൾ എന്നാണ്. ഇതാണ് സബ്സിഡറി കോശങ്ങൾ എന്നാണ് പറയാം. സബ്സിഡറി കോശങ്ങൾ എന്നാണ് ഇവരെ നമ്മൾ പറയാം. ഇതും കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തേക്ക് വരുന്നവരെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കോശങ്ങൾ അല്ലെങ്കിൽ അതിനെ മറ്റുള്ള സാധാരണ കോശങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ബാക്കിയുള്ള കോശങ്ങൾ അതിനെ അങ്ങോട്ടൊക്കെ നിറയെ കോശങ്ങളാണ്. അപ്പൊ എങ്ങനെയൊക്കെ എടുത്ത ആസ്യരന്ധ്ര വിടവ് എന്ന് പറയുന്ന സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഇവിടെ ചേർത്തു. അതിന്റെ 2 ഭാഗത്തായിട്ട് അതിന്റെ ഓപ്പണിംഗ് ക്ലോസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന കാവൽ കോശങ്ങളുണ്ട്. അതിനോട് ചേർന്ന് നിൽക്കുന്ന കോശങ്ങൾക്കും പ്രത്യേക ഷേപ്പാണ്. ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരായതുകൊണ്ട് ഇവരെ പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് പേര് സബ്സിഡറി സെൽസ് എന്ന് കൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം അല്ലെ. റെഡി. അപ്പോ ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ കൂട്ടത്തില് പെടാത്തത് ഏതാ പെടാത്തത്? യെസ്, ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല. ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിഡെർമിസ് അല്ലെങ്കിൽ അല്ലെ ഉപരിവൃതി എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഏത് ലീഫ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും ഏത് നോക്കുകയാണെങ്കിലും അതിന്റെ ഏറ്റവും പുറമെ കൂടെ കാണപ്പെടുന്ന ഈ ആവരണം ഇതാണ് എന്ത്? ഉപരിവൃതി കോശങ്ങൾ അല്ലെങ്കിൽ എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ. മലയാളത്തിൽ നമ്മൾ ഉപരിവൃതി എന്നാണ് പറയാ. മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുകൊണ്ട് മാക്സിമം വേർഡ് മലയാളം കൂടെ ഓർത്തു വെക്കുക. എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിവൃതി. ഇതിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന മെഴുകു പോലെയുള്ള വാക്സി കോട്ടിംഗ് അല്ലെ, മെഴുക് ആവരണം അല്ലെങ്കിൽ വാക്സി കോട്ടിംഗ് എന്ന് പറയുന്ന ഈ ഭാഗം, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് ക്യൂട്ടിക്കിൾ എന്ന് വിളിക്കുക. അപ്പം ഇലേന്റെ മുകളിലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം അല്ലെ. അപ്പോൾ ഈ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു വാക്സി കോട്ടിംഗ് മെഴുകു പോലത്തെ ആവരണമാണ്. അപ്പൊ ഇതിനെവിടെ സ്റ്റൊമാറ്റ പോലെയുള്ള സുഷിരങ്ങളൊക്കെ വരും അല്ലെ. എവിടെ ഇങ്ങനെ വരും? സ്റ്റൊമാറ്റ സുഷിരങ്ങളൊക്കെ വരുമ്പോ ആ ഭാഗത്ത് മാത്രം എന്തുണ്ടാവില്ല? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ അധികമുള്ള ഈ ജലമൊക്കെ പുറത്തേക്ക് പോലെ ഇതിൽ കൂടെ സസ്യസ്വേദനയൊക്കെ നടന്ന് സസ്യത്തിൽ നിന്ന് ജലമൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഓവറായിട്ട് പോവാതിരിക്കാൻ വേണ്ടി സസ്യസ്വേദന ഒന്ന് ചെക്ക് ചെയ്യുക, വേണ്ടി വന്നാൽ കുറയ്ക്കാം, അതിനൊക്കെ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഉപരിവൃതി മുകളിൽ കാണപ്പെടുന്ന ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ കാണുന്ന സസ്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വെള്ളമൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഒക്കെ വരുന്ന സമയത്ത്
അല്ലെങ്കിൽ ഈ മെഴുക് കോട്ടിങ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ലീഫുമായിട്ട് വാട്ടറിനൊക്കെ മാക്സിമം കോൺടാക്ട് വന്ന് അതിന്റെ ലീഫൊക്കെ നശിച്ചു പോകാനൊക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ സംരക്ഷിക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക, സസ്യസ്വേദനം കുറയ്ക്കുക, ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന വാക്സി കോട്ടിങ്ങിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യുക. അതെന്തായാലും ഇവിടെ ഈ ഒരു ഹെഡിങ്ങിനകത്ത് ആസ്യരന്ധ്ര അപ്പാരറ്റസിൽ വരാത്ത ഒരു ഭാഗമാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സാധനം ഇലയിലുണ്ടാവും, തണ്ടിന്റെ മുകളിലുണ്ടാവും, പക്ഷെ വേരിന്റെ കേസിൽ ക്യൂട്ടിക്കിൾ ആബ്സെന്റ് ആയിട്ടാണ് കാണുക. കാരണം വേരിന്റെ മുകളിൽ ക്യൂട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവസ്ഥ എന്താ, വേരിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റുമോ? ഒരു പ്ലാസ്റ്റിക് പോലത്തെ കോട്ടിങ് വേരിന് ചുറ്റും ഉണ്ടെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വേരിൽ ക്യൂട്ടിക്കിൾ കാണപ്പെടുന്നില്ല. ഇലയിലും തണ്ടിലും ഒക്കെ ആണെങ്കിൽ ക്യൂട്ടിക്കിൾ കാണപ്പെടാം എന്നുള്ളതും കൂടെ അവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും ഇവിടുത്തെ ആൻസർ ക്യൂട്ടിക്കിൾ ആണ്. ആസ്യരന്ധ്ര അപ്പാരറ്റസിൽ പെടാത്ത ഭാഗമായതുകൊണ്ടാണ് ക്യൂട്ടിക്കിൾ ആൻസർ ആയിട്ട് വന്നത്. റെഡി? അപ്പൊ ഇത് നമ്മളെ ടെക്സ്റ്റ് പറഞ്ഞൊരു ഭാഗമാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു NCERT ലെവലുള്ള ഡയഗ്രാം ഇവിടെ കാണാം. കണ്ടല്ലോ, ആസ്യരന്ധ്ര വിടവ്, സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. തൊട്ടടുത്ത് കാണുന്ന കോശങ്ങളാണ് കാവൽ കോശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? കാവൽ കോശങ്ങൾ. ഓക്കെ, യെസ്, റെഡി. അപ്പോൾ ഈ കാവൽ കോശത്തിന് മുകളിലും കാണാം, ഹരിതഗണത്തിന് കാണാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരു ലീഫിന്റെ മുകളിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ മുകളിലൊക്കെ കാണാം. അപ്പൊ ലീഫിന്റെ മുകളിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇലയിലുള്ള എല്ലാ കോശങ്ങളും ഹരിതഗണം, ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു, പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പൊ നമ്മളെ കാവൽ കോശത്തിന് മുകളിലും ഇതുണ്ട്. അപ്പൊ കാവൽ കോശത്തിന് പ്രധാന ധർമ്മം ഈ സുഷിരത്തിന്റെ തുറക്കൽ അടക്കൽ കൺട്രോളിംഗ് ആണെങ്കിലും ഹരിതഗണം ഉള്ളത് കാരണം അവർക്ക് എന്ത് പണിയും കൂടെ ചെയ്യാം, പ്രകാശ സംശ്ലേഷണം പോലുള്ള കാര്യങ്ങളിലും കൂടെ പങ്കെടുക്കാം. ഓക്കെ, അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന കോശങ്ങൾ കണ്ടില്ലേ, ഇതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കോശങ്ങളെ ഒരു സ്പെഷ്യൽ പേരിട്ട് വിളിച്ചോ, സബ്സിഡറി കോശങ്ങൾ എന്നാണ് പറയാം. ഓക്കെ, അതിന്റെയും പുറത്തുള്ളവരെ നമ്മൾ ഉപരിവൃതി, നോർമൽ എപ്പിഡെർമൽ സെൽസ് അല്ലെങ്കിൽ ഉപരിവൃതി കോശങ്ങൾ, മറ്റുള്ള കോശങ്ങളെ പേരിട്ട് പറയാം. റെഡി? ഓക്കെ, യെസ്. അപ്പോ ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്ത കാണാം. പിന്നെ ഇവിടെ നമ്മൾ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഷേപ്പിലാണ്, അല്ലെ? ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള ഗാർഡ് സെൽസിനാണ് വരച്ചത്. അപ്പൊ ഇത് ശരിക്കും എവിടെയാണ് കാണുന്നത്? ഈ ഷേപ്പിൽ കാണപ്പെടുന്ന ഗാർഡ് സെൽസിനെ ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ് കാണാൻ പറ്റുക. ഡൈക്കോട്ട്, ഓക്കെ, ദ്വിബീജപത്ര സസ്യത്തിലാണ് കാണാൻ പറ്റുക. പക്ഷെ ഏകബീജപത്ര സസ്യം നോക്കുകയാണെങ്കിലും കാവൽ കോശങ്ങളും ആസ്യരന്ധ്ര വിടവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് അവിടെ നമ്മൾ കാണാം. ആ ഷേപ്പിന് പറയുന്ന പേരെന്താ? ഡംബൽ ഷേപ്പ് എന്നാണ് പറയാ. ഡംബൽ, കണ്ടില്ലേ, ജിമ്മിലൊക്കെ പോകുന്ന ഡംബൽ ഇല്ല, അല്ലെ? വെയിറ്റ്, അല്ലെ? ഡംബലിന്റെ ഷേപ്പാണ്. ഈ മുകൾ ഭാഗം ഇവിടെയും തടിച്ചിട്ട് നടുക്ക് ഇങ്ങനെ തിന്നായിട്ട് കാണുന്നത് കൊണ്ട് ഡംബൽ ഷേപ്പ് എന്നാണ് നമ്മൾ അതിന് പറയാം. അതൊക്കെ ഇവിടെ കൊടുത്ത കാണട്ടെ. ഇലകളുടെ ഉപരിവൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. സസ്യസ്വേദനവും വാതക വിനിമയവും, കാരണം സസ്യങ്ങൾ ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു ശ്വസിക്കുമ്പോൾ. പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കുന്നു, ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു, അല്ലെ? അതൊക്കെ നടക്കുന്ന ഇതിൽ കൂടിയാണ്. അപ്പൊ വാതക വിനിമയം നടക്കുന്ന ഭാഗമാണ്. സസ്യസ്വേദനം, ട്രാൻസ്പിരേഷൻ, സസ്യങ്ങൾ അധികമുള്ള ജലം എന്ത് ചെയ്യാണ്, ബാഷ്പരൂപത്തിൽ ഒഴുക്കിക്കളയുന്ന പ്രക്രിയയാണ് സസ്യസ്വേദനം. അത് നടക്കുന്നതും ഇതിൽ കൂടിയാണ്, ബാഷ്പരൂപത്തിലാണ് ഒഴുക്കുന്നത്, അല്ലെ? അപ്പൊ ഇതൊക്കെ ഈ സുഷിരത്തിലൂടെ നടക്കുമ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. ഓരോ ആസ്യരന്ധ്രത്തിനും പയറിന്റെ ആകൃതിയിലുള്ള 2 കാവൽ കോശങ്ങൾ, ഗാർഡ് സെൽസ് ഉണ്ട്. ഓക്കെ, ആസ്യരന്ധ്ര വിടവിന്റെ ഇരുവശത്തും കാണപ്പെടുന്നു. പുല്ലുവർഗ സസ്യങ്ങളിലാണെങ്കിലും രണ്ടിലാണെങ്കിലും ഷേപ്പ് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പുല്ലുവർഗ സസ്യം എന്ന് പറഞ്ഞാൽ മോണോകോട്ട്, ഇവ ഡംബലിന്റെ ആകൃതിയിലാണുള്ളത്. അപ്പം പയറിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഡൈക്കോട്ടിലാണ്. കിഡ്നി ഷേപ്പ്, കിഡ്നീന്റെ ഷേപ്പും പയറിന്റെ ഷേപ്പും ഒരേപോലെ അല്ലേ, അല്ലെ? കാവൽ കോശങ്ങളുടെ പുറം ഭിത്തി ആസ്യരന്ധ്ര വിടവുകളിൽ നിന്ന് അകന്നുള്ള ഭാഗം കട്ടി കുറഞ്ഞതും അകം ഭിത്തി എന്ന് പറഞ്ഞാൽ ആസ്യരന്ധ്ര വിടവിനോട് ചേർന്നുള്ള ഭാഗം കട്ടി കൂടിയതുമാണ്. ആ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഭാഗം, അല്ലെ? ഇതാണ് ഈ വിടവിനോട് ചേർന്ന ഭാഗം. ഇത് നല്ല കട്ടിയാണ്, ഇത് നല്ല കട്ടിയായിട്ടും പുറം ഭാഗം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ ഭാഗം. ഇത് കമ്പാരിറ്റീവ്ലി ഇതിന് കട്ടി കുറവും ഈ ഭാഗത്ത് നല്ല കട്ടി കൂടുതലുമാണ് എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അപ്പോഴാണ് സ്റ്റൊമാറ്റ തുടക്ക അടയ്ക്ക പരിപാടിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ഘടന വരുന്നത്. ഓക്കെ, റെഡിയല്ലേ? ഇനി കാവൽ കോശങ്ങളിൽ ഹരിതകം കാണപ്പെടുന്നു. ആസ്യരന്ധ്രങ്ങൾ അടയുന്നതും തുറക്കുന്നതും നിയന്ത്രിക്കുന്നത് കാവൽ കോശങ്ങളാണ്. ചിലപ്പോൾ ഉപരിവൃതിയിൽ കാവൽ കോശങ്ങളുടെ ചുറ്റുമായി കാണപ്പെടുന്ന ചില കോശങ്ങൾ അവയുടെ വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യസ്തത പുലർത്തുന്നു. ഇതിനെ നമ്മൾ സബ്സിഡറി കോശങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള എപ്പിഡെർമൽ കോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കാവൽ കോശത്തിനോട് ചേർന്ന് നിൽക്കുന്ന കോശങ്ങൾക്ക് അതിന്റെ ഷേപ്പിലൊക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ അവരെ നമ്മൾ പ്രത്യേകം പേര് കൊടുത്ത് സബ്സിഡറി കോശങ്ങൾ എന്ന് വിളിച്ചാണ്. ഓക്കെ, അപ്പോ ആരൊക്കെ ഭാഗങ്ങളാ? ആസ്യരന്ധ്ര വിടവ്, കാവൽ കോശങ്ങൾ, അവയ്ക്ക് ചുറ്റുമുള്ള സബ്സിഡറി കോശങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നാൽ നമ്മൾ പറയുന്ന പേരാണ് ആസ്യരന്ധ്ര അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്റ്റൊമാറ്റൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ആസ്യരന്ധ്ര അപ്പാരറ്റസ് എന്നാണ് അതിനെ പറയുന്നത്. റെഡിയാണ്? ക്ലിയർ ആണെങ്കിൽ മനസ്സിലായി കാണുന്നു വിചാരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ചോദിച്ച ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അനാട്ടമി ഭാഗത്ത് നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ.
ഇതൊരു ക്രസ്റ്റോസ് ലൈക്കൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് ആ ക്രസ്റ്റോസ് ലൈക്കൻ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. പെൽറ്റിഗെറ, ഉസ്നിയ, റൈസോകാർപ്പൺ, മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ അതിൽ ചിലപ്പോൾ നമ്മൾ ഉസ്നിയ or അസ്നിയ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈക്കൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ. ലൈക്കൻ എന്താണ് എന്നുള്ളത് ആദ്യം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ആൽഗകളും ഫംഗസും കൂടെ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ജീവി ബന്ധത്തിനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയാ അല്ലെ. ആൽഗകൾ എന്ന് പറയുമ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സസ്യങ്ങളെ വിഭാഗത്തിൽ വരുന്നവരാണ്. അവര് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഓട്ടോട്രോഫ് ആണ് അല്ലെ, ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ളവരാണ് ആൽഗകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ ഫംഗസ് എന്ന് പറയുമ്പോൾ പൂപ്പലുകളുടെ വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ അവരെങ്ങനെയാണ്? സ്വന്തം ആഹാരം നിർമ്മിക്കോ? ഇല്ല അല്ലെ. അപ്പൊ അവര് അധികവും ഇങ്ങനെ മൃതഭോജികൾ അല്ലെങ്കിൽ ശവോപജീവികൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. സാപ്രോഫൈറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിലൊക്കെയാണ് അവരെ നമ്മൾ പെടുത്താറ് അല്ലെ. ചിലപ്പോൾ പരാതങ്ങളായിട്ട് സസ്യങ്ങളെയും ജന്തുക്കളെയൊക്കെ മുകളിലൊക്കെ നിന്ന് അസുഖങ്ങൾ ഉണ്ടാക്കാം. അധിക കേസിൽ ഡെഡ് ഡീക്കെ, ജീർണ അവശിഷ്ടത്തിന്റെ മുകളിൽ വളരുന്നവരാണ് ഫംഗസ് എന്ന് പറയാം. അപ്പൊ ഇവർ ഒരുമിച്ച് ജീവിച്ചാലുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഈ ഫംഗസ് എന്ന് പറയുന്ന ആള് ശവോപജീവികളാണ്, അല്ലെങ്കിൽ എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? വിഘാടകരെ പോലെ ആക്ട് ചെയ്യും അല്ലെ. വിഘാടകരായിട്ട് ആക്ട് ചെയ്യും. ഈ ജീർണ അവശിഷ്ടങ്ങളൊക്കെ വിഘടിപ്പിക്കും. അങ്ങനെ വിഘടിപ്പിച്ച് ചെറിയ ചെറിയ സാധനങ്ങളാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ അത് മണ്ണിലുള്ള ന്യൂട്രിയന്റ് ആയിട്ട് അല്ലെ. അപ്പൊ അതിനെ ആൽഗെ എന്ത് ചെയ്യാണ്? ഉപയോഗിക്കുന്നു. ഇവര് ചെറുതാക്കി കൊടുക്കുന്ന ന്യൂട്രിയൻസിനെ ആൽഗെ എടുത്ത് മറ്റുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത്, ജലവും ഒക്കെ കൂടെ ചേർത്ത് എന്ത് ചെയ്യാണ്? ഇവര് ഫുഡ് ഉണ്ടാക്കും. ഫോട്ടോസിന്തസിസ് നടത്തി ഫുഡ് ഉണ്ടാക്കും. ആ ഫുഡിനെ ഫംഗസിന് കൊടുക്കും. ഫംഗസ് ഫുഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു ആൽഗേനെ. ആൽഗെ അതുണ്ടാക്കിയ ഫുഡ് ഫംഗസിന് കൊടുക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ പ്ലസ് പ്ലസ് എന്നാണ് ഇവരെ ബന്ധം നമുക്ക് കാണിക്കുക. കാരണം രണ്ടാൾക്കും ഗുണമാണെങ്കിൽ പ്ലസ് കൊടുക്കുക, ഒരാൾക്ക് പ്രശ്നമാണെങ്കിൽ മൈനസ് ഇട്ടിട്ടാണ് കൊടുക്കുക. ഗുണവും ദോഷവും ഇല്ലെങ്കിൽ നമ്മൾ ന്യൂട്രൽ എന്നാണ് പറയാം അല്ലെ. അപ്പൊ ഇവിടെ രണ്ടാൾക്കാർക്കും ഗുണമായത് കാരണം ഈ ബന്ധം ഏത് ടൈപ്പ് ബന്ധത്തിന് ഉദാഹരണമാണ്? മ്യൂച്വലിസം എന്ന് പറയുന്നത് അല്ലെ. മ്യൂച്വലിസം ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മ്യൂച്വലിസം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ചിലപ്പം സഹോപകാരിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മലയാളം വാക്കൊക്കെ NCERT ടെക്സ്റ്റിലൊക്കെ മെൻഷൻ ചെയ്ത് കാണാറുണ്ട്. സഹോപകാരിത ആ ബന്ധത്തിന്റെ ഉദാഹരണമായിട്ടാണ് നമ്മൾ ആൽഗേനെയും ഫംഗസിനെയും പഠിച്ചത് അല്ലെ. സോ മ്യൂച്വലിസം ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംജെ ആണ് മ്യൂച്വലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബോത്ത് ദ പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ്. രണ്ടാൾക്കാർക്കും ഗുണം ആയതുകൊണ്ടാണ് നമ്മൾ മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് ആൽഗൽ പാർട്ട്ണറിന് ഒരു പേര് പറയും. ആൽഗൽ പാർട്ട്ണറിന് പറയുന്ന പേര് എന്താണ്? അതേപോലെ ഫംഗൽ പാർട്ട്ണറിന് പറയുന്ന പേരെന്താണ്? അപ്പൊ ഇവർക്ക് ഒരു പേരുണ്ട് അല്ലെ. അപ്പൊ ആൽഗൽ പാർട്ട്ണറിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫൈക്കോബയോണ്ട് എന്നാണ് പറയാ. ഫംഗൽ പാർട്ട്ണറിന് പറയുന്ന പേരാണ് മൈക്കോബയോണ്ട് എന്നാണ് പറയാ. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ, ഇതില് ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, ഇതൊക്കെ ഇതിനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഈ ലൈക്ക് എന്ന് പറയുന്ന വാക്കിനെ കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഫാക്റ്റ് ആണ്. ഇവിടെ ഫൈക്കോളജി കേട്ടാൽ മതി അല്ലെ. ഫൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഗേനെ കുറിച്ചുള്ള സ്റ്റഡിക്കാണ് പറയാ. മൈക്കോളജി എന്നാണെങ്കിൽ എന്തിന്റെ പഠനമാണ്? ദെൻ ഫംഗസിനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് പറയുന്ന പേരാണ് മൈക്കോളജി. അത്രയും വേർഡ് കിട്ടി. ഇനി നമ്മൾ ആൻസറിലേക്ക് വരണം. ലൈക്കൻ എന്ന് മാത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ലൈക്കന്റെ എക്സാമ്പിൾ ചിലപ്പോൾ അസ്നിയ പോലുള്ള സാധനം കേട്ടിട്ടുണ്ടാവും. വേറെ എക്സാമ്പിൾസ് ഉണ്ട്. പെൽറ്റിഗെറ, അസ്നിയ, ദെൻ റൈസോകാർപ്പൺ, ഇങ്ങനെ കുറെ എക്സാമ്പിൾ ഉണ്ട്. ഇത് ഏത് ഗ്രൂപ്പിലാണ്? ക്രസ്റ്റോസ് ലൈക്കൻ ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ലൈക്കനെ ആക്ച്വലി നമ്മൾ 3 വിഭാഗങ്ങളാക്കി തിരിക്കും പ്രധാനമായിട്ടും. ക്രസ്റ്റോസ് ലൈക്കൻ, ഫോളിയോസ് ലൈക്കൻ, ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്നിങ്ങനെ 3ആയിട്ട് തരം തിരിച്ചിട്ടാണ് പഠിക്കാം. ഓക്കെ, റെഡി അല്ലേ? ക്രസ്റ്റോസ് എന്ന് പറയുമ്പോൾ തന്നെ ക്രസ്റ്റ്, ഇതിന്റെ ചിത്രം നോക്കി, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ പറ്റിക്കിടക്കണം. നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എഴുന്ന് നിൽക്കാതെ പറ്റിപ്പിടിക്കണം അല്ലെ. പാറേന്റെ മുകളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് പ്രതലത്തിൽ നന്നായി പറ്റിപ്പിടിച്ച് വളരുന്ന ടൈപ്പിനെയാണ് നമ്മൾ ക്രസ്റ്റോസ് ലൈക്ക് എന്ന് പറയാം. ഫോളിയോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ലീഫ് എന്നാണ്, ഇല. അപ്പൊ ഏതാണ്ട് കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ വളർന്ന ഒരു ചെറിയൊരു ഇലേന്റെ പോലത്തെ രൂപത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്നതാണ് അല്ലെ. ശരിക്കും ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആൽഗയും ഫംഗസും രണ്ടാളുണ്ട്. ഓക്കെ, ഫ്രൂട്ടിക്കോസ് എന്ന് പറയുമ്പോൾ എന്താ? കുറച്ചും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നന്നായിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടൈപ്പ്, ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ളതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്ക് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ ഘടന വെച്ചിട്ടാണ് ക്രസ്റ്റോസ്, ഫോളിയോസ്, ഫ്രൂട്ടിക്കോസ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി വായിച്ചു നോക്കാം. ക്രസ്റ്റോസ് ലൈക്ക് എന്ന് വെച്ചാൽ മരം, പാറ അല്ലെങ്കിൽ മണ്ണിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നേർത്ത പുറന്തോട് പോലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പാറന്റെയും മരത്തിന്റെ ഒക്കെ ഉപരിതലത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതാണ് സാധനം. എക്സാമ്പിൾ ആണ് ഗ്രാഫിസ് എന്ന് പറയുന്നത്. റൈസോകാർപ്പൺ എന്നൊക്കെ പറഞ്ഞാൽ ക്രസ്റ്റോസ് ലൈക്കിന്റെ എക്സാമ്പിൾ ആണ്. ഉള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിൽ ഏതാണ് ക്രസ്റ്റോസ് ലൈക്കിന്റെ എക്സാമ്പിൾ? ഇതിലേതാ? റൈസോകാർപ്പൺ. ഇപ്പൊ വായിച്ചില്ലേ? റൈസോകാർപ്പൺ ക്രസ്റ്റോസ് അതിന്റെ എക്സാമ്പിൾ ആണ്.
ഫോളിയോസ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ സങ്കീർണമായ പാളികളുള്ള ഘടനയാണ്. കുറച്ചും കൂടെ ലീഫ് പോലെയൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടു. വിശാലവും ലോബുള്ളതും ഇലയുള്ളതുമായ വേരുപോലുള്ള റൈസിനുകളാൽ പ്രതലത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. പാമേലിയ എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ്. പെൽറ്റിഗറ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എക്സാമ്പിൾ ആണ്. പാമേലിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ അടുക്കുകളായിട്ട് നേരത്തെ കണ്ടതിനെ പോലെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഇല പോലെയുള്ള ഘടന അല്ലെ, പാളികളായിട്ടുള്ള ഘടനയാണുള്ളത്. ഓക്കെ, അതുമല്ല അതിന് പറ്റിപ്പിടിച്ച് നിൽക്കാൻ കുറച്ചും കൂടെ ഒരു വേര് പോലുള്ള സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അത് അവരെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരുക. ഫ്രൂട്ടിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനേക്കാൾ വലുത് അല്ലെ, കുറച്ചും കൂടെ വലുതായിട്ട് ഒരു കുറ്റിച്ചെടി പോലെ ശാഖകളോട് കൂടിയ സാധനമാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയും ഇങ്ങനെ കണ്ടു അല്ലെ, ഇങ്ങനെ കുറെ നാര് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇതിനെയൊക്കെ അടിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. ഓക്കെ, ഒരു ഡിസ്ക് പോലത്തെ സാധനം. അത് വെച്ചിട്ടാണ് അവർ മരത്തിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുക. അതിന്റെ മുകളിൽ നിന്നാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഒരു ഡിസ്കിന്റെ സഹായത്തോടു കൂടി അതിനെന്ത് ചെയ്യാണ്? എവിടെയാണോ മരത്തിന്റെ മുകളിലൊക്കെയാണ് വളരുന്നതെങ്കിൽ അതിനെ ഘടിപ്പിച്ചിട്ടുണ്ടാവും. റെഡി? അപ്പോ അസ്നിയ എക്സാമ്പിൾ ആണ്. അസ്നിയനെയാണ് ശരിക്കും നമ്മൾ ഓൾഡ് മാൻസ് ബിയേർഡ് എന്നാണ് പറയാ അല്ലെ, ഒരു വൃദ്ധന്റെ താടി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അപ്പൊ ഓൾഡ് മാൻസ് ബിയേർഡ് എന്നൊക്കെയാണ് പറയാ. ക്ലാഡോണിയ എന്ന് പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. ഇതൊക്കെ ഈ കൂട്ടത്തിൽ വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അസ്നിയ, ക്ലാഡോണിയ ഒക്കെ നിങ്ങൾ കേട്ട് കാണും. ലൈക്കന്റെ എക്സാമ്പിൾ ആയി കേട്ടിട്ടുണ്ടാവും. ലൈക്കനിൽ തന്നെ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഇവര് വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കേണ്ട വേറൊരു പാർട്ടാണ് ലൈക്കൻ എന്ന് പറയുമ്പോൾ. ലൈക്കൻസ് എങ്ങനെയുള്ളവരാണ്? ഇൻഡിക്കേറ്റർ ആണ് അല്ലെ. ഇൻഡിക്കേറ്റർ ഓഫ് എന്തിന്റെ ഇൻഡിക്കേറ്റർ ആണ്? ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുക. അപ്പൊ പൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥലത്ത് ലൈക്കന്റെ ഗ്രോത്ത് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ലൈക്കൻസ് വളരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വളരുന്നുണ്ടെങ്കിൽ അവിടെ പൊല്യൂഷൻ ഇല്ല, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള സോണിലെ ഇങ്ങനെയുള്ള ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ റോഡ് സൈഡിലൊക്കെ ഉള്ള മരത്തിന്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തൊരു വലിയ ജീവിയല്ല അല്ലെ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ മുകളിലൊക്കെ ഒരു എക്സ്ട്രാ ഒരു പൂപ്പൽ ബാധ പോലെ നമ്മൾ കാണാറില്ലേ, അതാണ് ലൈക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ നല്ല ഹൈ റേഞ്ച് സ്ഥലത്ത് ഫോറസ്റ്റിനുള്ളിലേക്ക് അധികം എയർ പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത, എസ്പെഷ്യലി സൾഫർ ഡൈ ഓക്സൈഡ് പോലെയുള്ള പൊല്യൂട്ടന്റ് ഒക്കെയാണ് സൾഫർ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ഇൻഡിക്കേറ്റർ ആണ്. സൾഫർ ഡൈ ഓക്സൈഡ് ഒക്കെ ഇതിന്റെ വളർച്ചയ്ക്ക് വളരെ സെൻസിറ്റീവ് ആണ്. സൾഫർ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഇവർ വളരൂല. ഓക്കെ, അപ്പോ അത്ര പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ മരത്തിന്റെ മുകളിൽ പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ നല്ല ഒരു ഗ്രോത്ത് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങനെ ചില ഫോറസ്റ്റിനുള്ളിലേക്കോ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ വയനാടോ ഊട്ടി അല്ലെ, ഇങ്ങനെ മൂന്നാർ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരു ഉള്ളിലേക്കുള്ള പൊല്യൂട്ടഡ് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ നോക്കുക, ഈ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഇതാണ് ലൈക്കൻ. അപ്പൊ അവിടെയൊക്കെ കാണുന്നുണ്ട്, നമ്മളെ നാട്ടിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ റോഡ് സൈഡിലൊന്നും കാണൂല, മരത്തിന്റെ മുകളിൽ നോക്കിയാൽ ഇങ്ങനെ ഒന്നും കാണൂല. കാരണം അവിടെയൊക്കെ ഫുൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് കാണാത്തത്. അല്ലാത്തൊരു സ്ഥലത്ത് അവർ വളരും. റെഡി? ക്ലിയർ? അപ്പൊ അത് കിട്ടി കാണുന്നു വിചാരിക്കാണ്. ഇനി ഇത് പഠിക്കുമ്പോൾ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, മാറിപ്പോകുന്ന ഒരു കാര്യമാണ്. ഉയർന്ന സസ്യങ്ങളുടെ വേരുകളും ഫംഗസും തമ്മിലുള്ള സഹജീവി ബന്ധത്തെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? അപ്പൊ നേരത്തെ ആൽഗയും ഫംഗസും തമ്മിലുള്ള ബന്ധത്തിനെ നമ്മൾ ലൈക്കൻ എന്ന് വിളിച്ചു. ഉയർന്ന സസ്യത്തിന്റെ വേരും ഫംഗസും തമ്മിലുള്ള ജീവിബന്ധം, ഇത് ഉയർന്ന സസ്യത്തിന്റെ വേര് അല്ലെ, ആ വേരിനോട് ചേർന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ഫംഗൽ ഗ്രോത്ത് ഒക്കെ ചിലതിന്റെ ചുറ്റുമായിട്ട് എപ്പോഴും ഉണ്ടാവും. ആ ഫംഗൽ ഗ്രോത്ത് അവിടെ ഉണ്ടെങ്കിലേ ശരിക്കും ആ ചെടിക്ക് വളരാൻ പോലും പറ്റുള്ളൂ. ഫംഗസ് ഇവിടെ ഇതേ പണിയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ട അതേ പണിയാണ്. ഫംഗസ് ഇതിന്റെ മൃതാവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ വിഘടിപ്പിച്ച് ഇങ്ങനെ മണ്ണിൽ വേഗം ചേർക്കും. അപ്പൊ സസ്യങ്ങൾ അതിങ്ങനെ വലിച്ചെടുത്തിട്ട് വേഗം ആഹാരം നിർമ്മിക്കും. അപ്പൊ ആഹാരത്തിന്റെ ഭാഗം തിരിച്ച് വേരിലേക്കൊക്കെ വരൂലേ, ആ സമയത്ത് ഈ ഫംഗസ് എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് അതിലെ കോശങ്ങളിൽ നിന്ന് ഇതിനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബന്ധത്തിന് എന്താ പറയുക? ഉയർന്ന തരം വേരുകളും ഒക്കെ ആണെങ്കിൽ ആ ബന്ധത്തിന്റെ പേര് മൈക്കോറൈസ. മാറിപ്പോവരുത്, മൈക്കോറൈസ എന്നാണ് പറയാ. മൈക്കോറൈസ ആണെങ്കിലും എന്തിന് എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസം തന്നെയാണ്. ഇവിടെ ആണെങ്കിലും ഫംഗസ് അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആ മരത്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഫംഗസ് എപ്പോഴും ഫംഗസിന്റെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് അല്ലെ, നാര് പോലുള്ള ബോഡി പാർട്ട് അല്ലേ. നമ്മളൊരു പേര് പറയില്ലേ ഫംഗസിന്റെ? ഫംഗൽ എന്താ പറയാ? മൈസീലിയം എന്ന് പറയാറുണ്ട്. മൈസീലിയം എന്നാണ് പറയുക. ഫംഗസിന്റെ ഇങ്ങനെ ചൊറഞ്ഞു കിടക്കുന്ന ബോഡി പാർട്ടിനെ മൈസീലിയം എന്ന് പറയും. ഇതിന്റെ ഒരു പാർട്ട്, ഒരു ചെറിയൊരു ഭാഗം, ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണെന്ത്? ഹൈഫ എന്നാണ് പറയാം. ഹൈഫ കുറെ ഉണ്ടെങ്കിൽ ഹൈഫേ. ഓക്കെ, ഹൈഫേ. അപ്പം മൈസീലിയം ബോഡി പാർട്ടാണ്. മൈസീലിയത്തിന്റെ ഓരോരോ ഭാഗങ്ങൾക്ക് അല്ലെ, യൂണിറ്റിന് അല്ലെ, ചെറിയൊരു പാർട്ടിനൊക്കെ നമ്മൾ ഹൈഫ എന്നൊക്കെയാണ് പറയാം. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് വിഘടനത്തിന് സഹായിക്കും. അതേപോലെ ഇതിന് ചുറ്റും പൊതിഞ്ഞ് ഒരു സംരക്ഷണവും കൂടെ കൊടുക്കും. ഓക്കെ, ലൈക്കന്റെ കേസിലാണെങ്കിലും ആൽഗകൾക്ക് ചുറ്റും ഇതിങ്ങനെ പൊതിഞ്ഞ് നിന്നൊരു സംരക്ഷണവും കൊടുക്കും. അതേസമയം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മാറിപ്പോവരുത്. മൈക്കോറൈസ ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ.
ഓക്കെ റെഡി. ഇനി അടുത്തത് ഏകബീജ കാണ്ഡത്തിൽ കാണപ്പെടുന്ന സ്റ്റീൽ ഏത് ടൈപ്പാണ് എന്നാണ്. സ്റ്റീലിനെ പറ്റിയുള്ള ഒരു ഭാഗമാണ്. സ്റ്റീൽ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്റ്റീൽ എന്താണ്? സ്റ്റീല് ഇരുമ്പ് എന്ന് പറയുന്ന സ്റ്റീൽ അല്ല. ഇത് നമ്മൾ അനാട്ടമിക പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ നടുഭാഗം പഠിക്കും അല്ലെ. അനാട്ടമി പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും പുറത്ത് എപ്പിഡെർമിസ് എന്ന് പറയുന്ന ഒരു ഭാഗം വരാറുണ്ട്. എപ്പിഡെർമിസ് അല്ലെ ഉപരിവൃതി എന്ന് പറയുന്ന ഒരു ഭാഗം വരും. അത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മളെ കോർട്ടെക്സ് ഭാഗങ്ങൾ. കോർട്ടെക്സിന്റെ പുറത്ത് ഹൈപ്പോഡെർമിസ്, എൻഡോഡെർമിസ്, ഇങ്ങനെയുള്ള കുറെ ഭാഗങ്ങളൊക്കെ വരും അല്ലെ. ഇവിടെ ഒരു എൻഡോഡെർമിസ്, ഉള്ളിൽ പെരിസൈക്കിൾ, അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ സൈലം, ഫ്ലോയം പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ വരച്ച് പഠിക്കാറില്ലേ. റൂട്ടാണ്, സ്റ്റെം ആണ്, ലീഫ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ശരിക്കും ഇതിന്റെ ഈ നടുഭാഗം വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ വരുന്ന സൈലം, ഫ്ലോയം പോലുള്ള നടുഭാഗങ്ങളെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റീൽ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉപദേശിക്കുന്നത്. അപ്പൊ ഓരോ അനാട്ടമി സെക്ഷനൊക്കെ നമ്മൾ സ്റ്റെമ്മിന്റെയും റൂട്ടിന്റെയും ഒക്കെ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ കണ്ട ആൾക്കാരാണ് HSA എന്ന് പറയുമ്പോൾ. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത +2 സയൻസ് ഗ്രൂപ്പിൽ നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്തും ഡിഗ്രി ലെവലിൽ സബ് ആയിട്ടാണെങ്കിലും മെയിൻ ആയിട്ടാണെങ്കിലും ഒക്കെ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. അപ്പൊ അങ്ങനെ സെക്ഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഏകബീജകാണ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? മോണോകോട്ട് സ്റ്റെം. മോണോകോട്ട് സ്റ്റെമ്മിന്റെ കേസിൽ അവര് കാണപ്പെടുന്ന സ്റ്റീൽ ഏത് ടൈപ്പാ? അപ്പൊ ഏത് സ്റ്റീലാണെങ്കിലും സൈലോം ഫ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ അനുസരിച്ച് നമ്മൾ പ്രോട്ടോ സ്റ്റീൽ, സൈഫണോ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അല്ലെ ഒരുപാട് ടൈപ്പായിട്ട് ഇങ്ങനെ പഠിക്കും. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റീലിനെയാണ് നമ്മൾ പ്രോട്ടോ സ്റ്റീൽ എന്ന് പറയുന്നത്. പിത്ത്, നടുക്കൊരു വേക്കന്റ് ആയ ഭാഗം ഉണ്ട്, നമ്മൾ പിത്ത് എന്നാ പറയാ അല്ലെ. അപ്പോ ഒന്നുകിൽ ആ പിത്ത് ഒരു ഹോളോ ആയിരിക്കാം, അല്ലെങ്കിൽ സെല്ല് മാത്രം പാരൻകൈമ സെൽസ് ആയിട്ട് കാണാം. അപ്പൊ പിത്തൊന്നും ഇല്ലാത്തതിനൊക്കെ നമ്മൾ പ്രോട്ടോ സ്റ്റീൽ എന്നൊക്കെ പറയും, സിമ്പിൾ ടൈപ്പ്. പിത്ത് വരുന്ന സമയത്ത് നമ്മൾ സൈഫണോ സ്റ്റീൽ എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഇവിടെ ചോദിച്ചത് മോണോകോട്ട് സ്റ്റെമ്മിൽ കാണപ്പെടുന്ന ടൈപ്പ് ഏതാ? മോണോകോട്ട് സ്റ്റെമ്മിന് എടുത്ത് ചോദിക്കാൻ മോണോകോട്ടും ഡൈക്കോട്ടും ഒക്കെ വളരെ കോമൺ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ കണ്ട് പരിചയിച്ച സാധനങ്ങളാണ്. ഇവിടെ നോക്കിയേ, ഈ കൊടുത്തത് ഈ 2 ചിത്രം എപ്പോ കണ്ടാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഒരു ഡൈക്കോട്ട് സ്റ്റെമ്മിനെ മുറിച്ചു നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊരു ഡൈക്കോട്ടിലാണ് അല്ലെ. ഇതൊരു മോണോകോട്ടാണ്. പെട്ടെന്ന് തന്നെ ഇപ്പൊ +2 പഠിക്കുന്ന സമയത്ത് ഇപ്പൊ പഠിപ്പിക്കുന്നവരൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അറിയില്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കുട്ടികൾ കണ്ട് പിടിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ. ഡൈക്കോട്ട് ആണെങ്കിൽ കൃത്യമായിട്ട് ഇതാണെങ്കിൽ ഓരോ വാസ്കുലാർ ബണ്ടിൽ എന്നാ പറയാം അല്ലെ. ഇതാണ് വാസ്കുലാർ ബണ്ടിൽസ്. അപ്പൊ ഇവര് ഇതിനകത്ത് സൈലം ഉണ്ട്, ഫ്ലോയും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒന്നിടവിട്ട് ഇങ്ങനെ എന്താണ് റിംഗ് ഫാഷൻ ആണ്. ഇതിങ്ങനെ വരച്ചാൽ ഒരു റിംഗ് പോലെ വരും അല്ലെ. സെക്കൻഡറി ഗ്രോത്തിന്റെ സമയത്ത് ഇവിടെ എന്തായാലും ഈ ക്യാമ്പിയത്തിന് കൂടെ ഇവിടെയുള്ള ക്യാമ്പിയും കൂടെ വരുമ്പോൾ ക്യാമ്പിയൽ റിംഗ് ഒക്കെ ഉണ്ടാവും, നമ്മൾ കണ്ടതാണ്. അപ്പൊ റിംഗ് പോലെ അറേഞ്ച് ചെയ്യുന്നത് ഡൈക്കോട്ടിന്റെ കേസിലാണ്. ഓക്കെ, ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഒക്കെ കേസിൽ നമ്മൾ കാണാം. അതേപോലെ മോണോകോട്ട്, ഇപ്പൊ ഡൈക്കോട്ട് എന്ന് മാത്രം പറയില്ല, ഡൈക്കോട്ട് സ്റ്റെം ആണത്. ഇതാണെങ്കിൽ മോണോകോട്ട് സ്റ്റെമ്മിന്റെ കേസിലാണെങ്കിൽ ഇവിടെ പക്ഷെ എങ്ങനെയാ, ഇതേപോലെയല്ല, ഒരു കറക്റ്റ് അറേഞ്ച്മെന്റ് അല്ല. ഹിയർ ദ വാസ്കുലാർ ബണ്ടിൽസ് എങ്ങനെയാണ്? ദേ ആർ സ്കാറ്റേർഡ്, ചെതറിക്കിടക്കാണ്, കുറെ ഉണ്ട്, ന്യൂമറസ് നമ്പർ ആണ്. ഇവിടെ വേണമെങ്കിൽ എണ്ണ അല്ലെ, ഇതിനെ കറക്റ്റ് എണ്ണി എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ സ്കാറ്റേർഡ് ആണ്. ന്യൂമറസ് വാസ്കുലാർ ബണ്ടിൽസ് ആർ സ്കാറ്റേർഡ്. ഇവിടെ കറക്റ്റ് പിത്ത്, ഈ ഭാഗത്ത് നമുക്ക് പിത്ത് എന്നൊക്കെ പറയാം അല്ലെ, പിത്ത് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ടില്ല, കറക്റ്റ് ഭാഗമില്ല. അതുപോലെ കോർട്ടെക്സ് എവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഇടയിൽ വരുന്ന എല്ലാ ടിഷ്യൂസിനെയും കൂടെ ഒരുമിച്ച് ഗ്രൗണ്ട് ടിഷ്യൂ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ ഇതാണ്, ഇങ്ങനെ ചെതറിക്കിടക്കുന്ന വാസ്കുലാർ ബണ്ടിൽസ് ആണെങ്കിൽ അതിന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റീലിന് പറയുന്ന പേരെന്താണ്? അതിന്റെ പേരാണ് അറ്റാക്ടോ സ്റ്റീൽ എന്നാണ് പറയാം. എന്താണ്? അറ്റാക്ടോ സ്റ്റീൽ എന്നാണ് പറയാം. മോണോകോട്ടിൽ കാണപ്പെടുന്ന മോണോകോട്ട് സ്റ്റെമ്മിന്റെ സ്റ്റീലിന് പറയുന്ന പേരാണ് അറ്റാക്ടോ സ്റ്റീൽ. അപ്പൊ ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ ഏതാന്നുള്ളത് നോക്കുക, യു സ്റ്റീൽ എന്നാണ് പറയാം. യു സ്റ്റീൽ, യു മീൻസ് ട്രൂ എന്നുള്ള അർത്ഥമാണ്. യു സ്റ്റീൽ, ഇത് അറ്റാക്ടോ സ്റ്റീൽ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ നോക്കാം, ഡിക്റ്റിയോ സ്റ്റീൽ ഓർ പോളി സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെഡിങ് ഉണ്ട്. അവിടെ നോട്ട് നമുക്ക് വായിച്ചു നോക്കാം. സൈഫണോ സ്റ്റീൽ വിത്ത് മെനി ലീഫ് ഗ്യാപ്പ് ഇസ് നോൺ ആസ് ഡിക്റ്റിയോ സ്റ്റീൽ ഓർ പോളി സ്റ്റീൽ. സൈഫണോ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ തന്നെ നടുക്ക് പിത്തുള്ളവരെയാണ് നമ്മൾ സൈഫണോ സ്റ്റീൽ. ആ സൈഫണോ സ്റ്റീലിന്റെ തന്നെ ഓരോരോ ടൈപ്പ് ഉണ്ട്. അതിലെ ലീഫ് ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം, കാരണം അവിടെ നിന്ന് സ്റ്റെം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെയും സൈഫണോ സ്റ്റീലിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ കുറെ ലീഫ് ഗ്യാപ്പുകൾ ഉള്ളതിനെയാണ് നമ്മൾ ശരിക്കും ഡിക്റ്റിയോ സ്റ്റീൽ അല്ലെങ്കിൽ പോളി സ്റ്റീൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, യെസ്, റെഡി. ഇനി ഇവിടെ നോക്കിക്കോ, ദെൻ ഇതിൽ ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ കുറേ ലീഫ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ, ഓക്കെ, കുറേ ലീഫ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അവർ അതിനെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് കുറേ പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്, കുറേ ലീഫ് ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ. അപ്പൊ ഓരോ ഡിവൈഡഡ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റ് പീസസിനെയും നമ്മൾ പറയുന്ന പേര് ഇങ്ങനെ മെരി സ്റ്റീൽ എന്ന് പറയുന്ന പേരൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വിളിക്കുക. ഇനി പിത്ത് എന്ന് പറയുന്ന ഒരു സാധനം മെറി സ്റ്റീലിന്റെ കേസിൽ പക്ഷെ എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. ഡിക്റ്റിയോ സ്റ്റീൽ ഇസ് വെൽ ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഓഫ് ടെറിഡോഫൈറ്റ്സ്.
എക്സാമ്പിൾ ടെറീഡിയം, ടെറിസ്, ഡ്രയോപ്റ്റെറിസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഡിക്റ്റിയോ സ്റ്റീൽ എന്ന് പറയുന്ന ടൈപ്പാണ് നമ്മളെ ടെറിഡോഫൈറ്റ്സിന്റെ കേസിലൊക്കെ കാണാൻ പറ്റുക. ഇനി യൂസ്റ്റീൽ, നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ആ പാർട്ട് മാത്രം ഇട്ടതാണ്, അതുകൊണ്ടാണ് അതിന്റെ മുന്നിലേക്കുള്ള ഒരു കണക്ഷൻ അറിയത്തൊരു പ്രോട്ടോ സ്റ്റീലും സൈഫണോ സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. ടൈപ്സ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സെഷൻ ആണിത്. നമ്മളെ ക്വസ്റ്റ്യൻ മാത്രം വേണ്ട ഒരു ഭാഗം ആഡ് ചെയ്തതാണ്. യൂസ്റ്റീൽ ആൻഡ് അറ്റാക്റ്റീവ് സ്റ്റീൽ എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന് ഡൈക്കോട്ടും ഒന്ന് മോണോക്കോട്ടും ആണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ചിത്രം മനസ്സിലുണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിരിക്കും. യൂസ്റ്റീൽ എന്ന് പറഞ്ഞാല് വാസ്കുലാർ ബണ്ടിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ്, കണ്ടല്ലോ, റിംഗ് പോലെ അറേഞ്ച് ചെയ്തതാണ്. മെഡുലറി റേസ് ആർ പ്രസന്റ് ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽ. സച്ച് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഈസ് ഫൗണ്ട് ഇൻ സ്റ്റെം ഓഫ് ജിംനോസ്പേമിന്റെ കേസിലും ഡൈക്കോട്ടിലും ജിംനോസ്പേമിലും കാണപ്പെടുന്നത് യൂസ്റ്റീൽ ആണെന്നുള്ള നോട്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അറ്റാക്റ്റീവ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോണോകോട്ട് സ്റ്റെമ്മിന്റെ കേസിലാണ് കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സ്റ്റീൽ ഓഫ് വാസ്കുലാർ പ്ലാൻ. അപ്പൊ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം കാണപ്പെടുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ വാസ്കുലാർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോം, ആൻജിയോസ്പോം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ് സൈലവും ഫ്ലോയും കാണപ്പെടുന്നവർ. ആ കൂട്ടത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റീലാണ് നമ്മളെ മോണോകോട്ടിൽ കാണപ്പെടുന്ന നമ്മളെ അറ്റാക്റ്റീവ് സ്റ്റീൽ എന്ന് പറയുന്ന സാധനം. യു സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടിലും ഇതിലുമാണ് കാണാം. ഓക്കെ, ഇവിടെ എന്താണ് ആ പേരറ്റ് പോലെ മെനി വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആണ്. ഗ്രൗണ്ട് ടിഷ്യൂല് കുറെ വാസ്കുലാർ ബണ്ടിൽസ് സ്കാറ്റേർഡ് ആണ്. ഇതാണ് ചിത്രം. ഓക്കെ, അപ്പൊ അതുപോലെ നേരത്തെ ഇതിന്റെ കേസിൽ ഒരു കണ്ടു, റിംഗ് ഫാഷനിലാണ് കാണുന്നത്. മെഡുലറി റേസ് ആർ പ്രസന്റ് ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽ. ഒരു വാക്ക് കണ്ടില്ലേ? ഓരോ വാസ്കുലാർ ബണ്ടിലിന്റെ ഇടയിലുള്ള ഈ സ്പേസ്, ഇതിനെ ഇവിടെയൊക്കെ പാരൻ കൈമ സെൽസ് ആണ് ഉണ്ടാവുക. ഈ ഭാഗത്തിനെയാണ് നമ്മൾ മെഡുലറി റേസ് എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെയാണ് മെഡുലറി റേസ് എന്ന് പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, സ്കാറ്റേർഡ് ആയിട്ടുള്ള ഇതിന്റെ പേരാണ് അറ്റാക്റ്റീവ് സ്റ്റീൽ എന്നാണ് പറയാം. ഓക്കെ, റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം, ഹോർമോൺസ് റിലേറ്റഡ് ആയിട്ട്. കൈതച്ചക്കയിൽ പുഷ്പിക്കൽ ആരംഭിക്കുന്നതിനും അതുവഴി ഒരേ സമയം ഫലം ഉണ്ടാകുന്നത് ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ആണ്. സസ്യ ഹോർമോണിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഓക്സിൻസ്, ജിബർലിൻസ്, സൈറ്റോകിനിൻ അല്ലെ, അബ്സിസിക് ആസിഡ്, എത്തിലിൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമായിട്ട് ഒരു 5 തരം ഹോർമോൺസിന്റെ കേസ് നമ്മൾ പഠിക്കും. അതിൽ ഓക്സിൻ, ജിബർലിൻ ആൻഡ് സൈറ്റോകിനിൻ എന്ന് പറയുമ്പോൾ സസ്യ ഗ്രോത്തിനെ ത്വരിതപ്പെടുത്തുന്നവരാണ്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് എന്ന് നമ്മൾ അല്ലെ പറഞ്ഞു. അതേപോലെ തന്നെ അബ്സിസിക് ആസിഡ് ആണെങ്കിലും എത്തിലിൻ ആണെങ്കിലും സസ്യ വളർച്ചേനെ കുറയ്ക്കുന്നവരാണ്. അതേപോലെ ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെയുള്ള പേരിട്ടായിരിക്കും നമ്മൾ പഠിച്ചത്. എന്ന് വെച്ചിട്ട് അവർ രണ്ടാളും പ്രശ്നക്കാരാണെന്നല്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ സസ്യങ്ങൾ റേറ്റ് കുറയ്ക്കേണ്ട സാഹചര്യം വരുമ്പോൾ അവർ ആ രീതിയിൽ തന്നെയാണ് പെരുമാറേണ്ടത് അല്ലെ. അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഈ സസ്യങ്ങളിൽ നാച്ചുറലി കാണുന്ന ഈ 5 ടൈപ്പ് ഹോർമോണുകളെ പോലെ തന്നെ ഇതേ എല്ലാ കാര്യങ്ങളെയും ആർട്ടിഫിഷ്യലി നിർമ്മിക്കാൻ, കാരണം അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഹോർമോൺ എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് കെമിക്കൽ അല്ലെ. അപ്പൊ അതിനെന്ത് ചെയ്യാണ്, ഏതാണോ വേണ്ടത് അതൊക്കെ സിന്തറ്റിക് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോർമോണുകൾ ആവശ്യമുള്ള സമയത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സസ്യത്തിൽ നോർമലി അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ പഠിച്ച് അതുപോലെ സിന്തറ്റിക് ഉണ്ടാക്കിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ കൈതച്ചക്ക കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് കൈതച്ചക്ക നമ്മൾ കണ്ടാണ് ഒരു ഫീൽഡിൽ ഇങ്ങനെ നിറയെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സമയത്ത് എല്ലാത്തിനും ഒരുമിച്ച് ഫ്ലവറിങ് ഉണ്ടാവുക, ഒരുമിച്ച് ഫ്രൂട്ട് ഉണ്ടാവുക. എന്നാൽ നമുക്ക് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാ വേണ്ടേ. അപ്പോൾ ഒരേ സമയത്ത് പുഷ്പിക്കൽ ആരംഭിക്കാനും അതുവഴി ഒരേ സമയം ഫലമുണ്ടാകുന്നത് ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്, ഏത് ടൈപ്പ് ഹോർമോണിന്റെ കൃത്രിമ ഹോർമോണാണ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കൃത്രിമം എടുത്തു പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, കാരണം സസ്യങ്ങളിൽ നാച്ചുറലി ചിലപ്പോൾ ആ സമയത്ത് അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിലൊക്കെ പ്രശ്നം വരും. അതുകൊണ്ട് ആർട്ടിഫിഷ്യലി അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും ഒരുമിച്ച് ഫ്ലവറിങ്ങും ഫ്രൂട്ട് ഫോർമേഷനിലേക്കൊക്കെ നയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും ഫ്രൂട്ട്, പഴം ഇപ്പൊ ചോദിക്കുന്നല്ലേ, പഴം പഴുത്ത് പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടതാണ്. ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ടായിട്ട് ബന്ധപ്പെട്ട് ആരെ ഓർമ്മിച്ചു വെക്കേണ്ടത്, എത്തിലിൻ എന്ന് പറയുന്ന സാധനത്തിനെയാണ് ഓർമ്മിക്കേണ്ടത്. പഴം പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നു, പഴം പഴുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കാം. ഫ്രൂട്ട് റൈപ്പനിങ് എന്ന് വെച്ചാൽ എത്തിലിൻ ആണ്. ഇവിടെ ആണെങ്കിൽ കൈതച്ചക്കയിൽ പൂവിട്ടാല് ഫ്രൂട്ട് ഉണ്ടാവുമല്ലോ അല്ലെ, ഫലം ഉണ്ടാവുമല്ലോ എന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പൊ ഏത് തന്നെയാണ് വരിക, എത്തിലിൻ തന്നെയാണ് ആൻസർ. ഓക്കെ, എത്തിലിൻ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്തിലിൻ റിലേറ്റഡ് കുറെ പോയിന്റ് ഉണ്ട്, എന്നാൽ അത്യാവശ്യം വേണ്ടത് ഒരു വാതക ഹോർമോൺ. ഇവരെ പറ്റി ഓർമ്മിക്കേണ്ട വേറൊന്നാണ്, ഈ 5 എണ്ണത്തിന്റെ ഗ്രൂപ്പില് ഗ്യാഷ്യസ് ഫോമിലുള്ളത്, ഗ്യാഷ്യസ് ഫോമിൽ കാണപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ എത്തിലിൻ ആണ്. ഓക്കെ, എത്തിലിൻ, എയർ, എത്തിലിൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. വാർദ്ധക്യ കലകളിലും പഴുക്കുന്ന ഫലങ്ങളിലുമാണ് എത്തിലിൻ ഉയർന്ന അളവിൽ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ വാർദ്ധക്യ കല എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു സസ്യഭാഗങ്ങളൊക്കെ ഇതേപോലെ ഫ്രൂട്ട് ആണെങ്കിൽ പഴുത്ത് പാകമാവുന്ന സമയത്ത് എത്തിലിന്റെ അളവ് കൂടി തന്നെ നിൽക്കുകയാണെങ്കിൽ അത് പഴുത്ത് താഴെ വീഴാനും അടക്കം എന്ത് ചെയ്യും, എത്തിലിൻ സഹായിക്കും. ഓക്കെ, ഇനി തൈച്ചെടികളുടെ
തിരശ്ചീനമായ വളർച്ച, അതിബീജ പത്രസസ്യങ്ങളുടെ തൈകളിൽ അക്ഷം വീർക്കൽ, അഗ്രഭാഗത്ത് കൊളുത്തുണ്ടാകൽ എന്നിവയിലൊക്കെ എത്തിലീൻ സ്വാധീനിക്കുന്നു. ഒരു വിത്ത് മുളച്ച് പുറത്തേക്ക് തൈച്ചെടി ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറെ ഭാഗത്തിന്റെ പേരാണ് പറഞ്ഞത്. അതിനൊക്കെ സഹായിക്കുന്നതാണ് എത്തിലീൻ. അതേപോലെ ഇലകൾ, പൂക്കൾ എന്നിവയുടെ വാർദ്ധക്യത്തെയും കൊഴിയലിനെയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഈ കൊഴിയൽ എന്ന് പറയുമ്പോൾ എത്തിലിനെ പോലെ തന്നെ ഈ അബ്സിഷനുമായിട്ട് കൊഴിയലുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള വേറൊരു ഹോർമോണാണ് അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ. അബ്സിസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഈ കൊഴിയൽ പരിപാടിക്ക് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ. വായിക്കുമ്പോൾ രണ്ടിലും കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അബ്സിസിക് ആസിഡിനെ വെച്ചിട്ടാണ്, പക്ഷേ കൊഴിയലുമായിട്ട് ബന്ധപ്പെട്ട അബ്സിസിക് ആസിഡിനാണ് കുറച്ചും കൂടെ പ്രാധാന്യം. അബ്സിഷൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാന്നുള്ളതാണ്. ഇലയും ഒക്കെ പഴുത്ത് പാകമാകുമ്പോൾ അവരൊക്കെ കൊഴിയാൻ സഹായിക്കുന്ന അബ്സിസിക് ആസിഡ് ആണ്. പിന്നെ എത്തിലിനും പഴുത്ത് പാകമായിട്ട് അത് കൊഴിയാൻ അതിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ തന്നെയാണ്. ഫലങ്ങൾ പഴുക്കുന്നതിന് എത്തിലിൻ വളരെ ഫലപ്രദമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് പോയിന്റ്. ഫലങ്ങൾ പഴുക്കുന്ന സമയത്ത് എത്തിലിൻ അവയിലെ ശ്വസനത്തിന്റെ നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഫ്രൂട്ട് പഴുക്കും, അതിന് ഉള്ളിൽ നടക്കുന്ന റെസ്പിറേഷന്റെ റേറ്റ് കൂടുതലായിരിക്കും, അതിലെ സെല്ലിനകത്ത് നടക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നൊക്കെയാണ്. പഴുക്കുമ്പോൾ ഫ്രൂട്ടിന്റെ ഉള്ളിൽ ശ്വസന നിരക്ക് കൂടുന്നതിന് പറയുന്ന പേരാണ് റെസ്പിറേറ്ററി ക്ലൈമാറ്റിക് എന്നൊക്കെ പറഞ്ഞാൽ. ഈ പോയിന്റ് കൈതച്ചെടികളിൽ പുഷ്പിക്കൽ ആരംഭിക്കുന്നതിനും അതുവഴി ഒരേ സമയം ഫലമുണ്ടാകുന്നത് ക്രമീകരിക്കാനും എത്തിലിൻ ഉപയോഗിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. പിന്നെ നമ്മളെ വാതക രൂപത്തിലുള്ള എത്തിലിൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കുക, വാങ്ങാനൊക്കെ പ്രയാസം. അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക, വാങ്ങേണ്ടത്? എത്തിലിന്റെ ഒരു സ്രോതസ്സായിട്ട് എത്തിഫോൺ എന്ന് പറയുന്ന ദ്രാവക രൂപത്തിലുള്ള ഒരു സംയുക്തം, ദ്രാവക രൂപത്തിലാണ്, അതിനെയാണ് നമ്മൾ വാങ്ങുക. അത് വെച്ചാൽ അതിൽ നിന്ന് ആ ഗ്യാസ് പോലെ എത്തിലിൻ ഇങ്ങനെ ഉണ്ടായിക്കോളും. അപ്പൊ എത്തിഫോൺ എന്ന് പറഞ്ഞാൽ എത്തിലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഒരു സ്രോതസ്സാണ്, സംയുക്തമാണ്, ദ്രാവക രൂപത്തിലുള്ള ഒരു സോഴ്സ് എന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി ഒറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടെ നമുക്കൊന്ന് നോക്കാം, ഹോർമോൺ റിലേറ്റഡ് തന്നെ. സമ്മർദ്ദ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സമ്മർദ്ദ ഹോർമോൺ, ഇതൊക്കെ പ്ലാന്റ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സമ്മർദ്ദ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സ്ട്രെസ് ഹോർമോൺ. ഏത് ഹോർമോണാ? ഓക്സിൻ, ജിബറലിൻ, എത്തിലിൻ, അബ്സിസിക് ആസിഡ് എന്ന് പറയുമ്പോൾ ആരാന്നറിയോ? ഇതാണ് അബ്സിസിക് ആസിഡ് ആണ് ആൻസർ. അറിയായിരിക്കും അല്ലെ? സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാൻ കാരണം ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പം വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറവാണെന്ന് വിചാരിക്കുക, വളരാൻ. അപ്പൊ ആ സമയത്ത് ഒരു പ്ലാന്റിൽ ഓൾറെഡി വെള്ളം ഒക്കെ കുറവാണ്, കിട്ടുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണെങ്കിൽ സസ്യങ്ങൾ അവരെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ച ആസ്യരന്ധ്രങ്ങൾ ഇങ്ങനെ തുറന്നു തന്നെ കിടക്കുകയാണെങ്കിൽ വെള്ളം ഉള്ളതും കൂടെ സസ്യസ്വേദനത്തിൽ കൂടെ പോലെ. അപ്പൊ നമുക്ക് കുടിക്കാൻ വെള്ളം കുറവാണ്, അപ്പൊ നമ്മൾ പിന്നെ വേർക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ടയേർഡാവും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വെയിലത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണാവും. അപ്പൊ നമ്മൾ എന്തായാലും അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതേപോലെ സസ്യങ്ങളിലെ വെള്ളമൊക്കെ കുറവാണ് എന്ന് കാണുമ്പോൾ സസ്യത്തിന്റെ സ്റ്റൊമാറ്റോനെ അടയ്ക്കുക, ആസ്യരന്ധ്രത്തിനെ അങ്ങ് അടച്ചു കളഞ്ഞ് ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഹോർമോൺ ആരാണ്? അബ്സിസിക് ആസിഡ് ആണ്. അതുകൊണ്ടാണ് അവരെ സമ്മർദ്ദ സമയത്ത് സഹായിച്ച ഹോർമോൺ ആയതുകൊണ്ട് സമ്മർദ്ദ ഹോർമോൺ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഈ കുഞ്ഞൊരു സമയം കൊണ്ട് അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ ഒരു NCERT ഓർ NCERT നമ്മളൊരു HSC എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ളതും മുൻപേ ചോദിച്ചതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് കണ്ടപ്പം കുറെ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാനൊക്കെ ഒരു ചാൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയി കാണും. ഓക്കെ, എന്തായാലും ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.